നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാളാണ് നാളെ. ആഘോഷങ്ങൾക്കപ്പുറം അനുകമ്പയുടെയും സാന്ത്വനത്തിൻ്റെയും അലകടലാണ് ഈ ദിനം മക്കളിലേക്ക് ഒഴുകിയെത്തുക. പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അമൃതപുരി അവസാന ഘട്ടത്തിലാണ്. ഒപ്പം ഐക്യരാഷ്ട്രസഭയിൽ അമ്മ സംസാരിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷവേള കൂടിയാണിന്ന്. അതുകൊണ്ട് തന്നെ വൈകിട്ട് സംസ്ഥാന സർക്കാർ അമ്മയെ ആദരിക്കും. ഒപ്പം ഇതുകൂടി പറയട്ടെ, കനത്ത മഴയാണ് സംസ്ഥാനത്ത്. സൂക്ഷിക്കുക, സുരക്ഷിതരായിരിക്കുക. അമ്മയുടെ പിറന്നാൾ വിശേഷങ്ങളിലേക്കും മറ്റു വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക്. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഭൂട്ടാൻ വഴിയുള്ള കാർ കള്ളക്കടത്തിൽ കസ്റ്റംസ് പരിശോധന തുടരുന്നു. കൊച്ചി കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ 1992 മോഡൽ ലാൻഡ് ക്രൂയിസർ കാറിന്റെ ഉടമയോട് ഇന്ന് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാർ. വൈകിട്ട് അമൃതപുരിയിലെ ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാനും KN ബാലഗോപാലും ചേർന്ന് ആദരിക്കും. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അമൃതപുരി ക്യാമ്പസിൽ പൂർത്തിയായി. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ KM ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒരുപാട് പറയാനുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിക്കാമെന്നും KM ഷാജഹാൻ. എറണാകുളം റൂറൽ പോലീസ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്ന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിലയിരുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ NSSനെ ചേർത്ത് നിർത്താനുള്ള നടപടികൾ ചർച്ചയ്ക്കു വരും. ഏഷ്യാകപ്പിൽ ചരിത്ര ഫൈനൽ. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഞായറാഴ്ച. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ 11 റൺസിന് തോൽപ്പിച്ച് പാകിസ്ഥാൻ. സൂപ്പർ 4-ലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ആതിര, അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ കനത്ത മഴയാണ് പെയ്യുന്നത്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം വിവരങ്ങൾ? മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴയ്ക്ക് ശമനമായിട്ടില്ല. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞെങ്കിലും ഇപ്പോഴും ആ ഒരു ചാറ്റൽ മഴ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് 8 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏകദേശം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും കൂടെ ഈ മഴ ഇതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ, രക്ഷിതാക്കൾ ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ പേജിലൊക്കെ അവധിയില്ലേ എന്ന ചോദ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. പൊതുപരീക്ഷകളെല്ലാം തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അല്പം വൈകി പ്രഖ്യാപിച്ച ഈ അവധി എന്ന് പറയുന്നത് കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഉൾപ്പെടെ അല്പം കുഴക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നീണ്ടു നിൽക്കുന്ന ഈ മഴയുടെ സാഹചര്യത്തിലാണ് കളക്ടർ അനുകുമാരി ഇപ്പോൾ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഏകദേശം മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉൾപ്പെടെ നിലവിലുണ്ട്. ഏതായാലും ഈ മത്സ്യബന്ധനത്തിന്
കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ തുടരുമെന്നാണ്, കനത്ത മഴയാണ് വരും മണിക്കൂറുകളിൽ തുടരുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ പുലർച്ചെ, അതായത് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് പാൽ അതുപോലെ തന്നെ പത്രം തുടങ്ങിയവയൊക്കെ അതിരാവിലെ ജോലിക്ക് പോകേണ്ടവരാണ്. ഇവരോടൊക്കെ തന്നെ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം, ഈ വൈദ്യുതി ലൈനും അതുപോലെ തന്നെ മരവും ഒക്കെ കടപുഴകി വീഴാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്കൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി വേണം പോകാൻ എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇന്ന് മഴ അതിശക്തമായി തുടരുകയാണ്. നാളെയും ഇതേപോലെ തന്നെ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിച്ചിരിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകാനുള്ളത്. അതുതന്നെയാണ്, കനത്ത മഴ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അതിനെയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം റൂറൽ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത KM ഷാജഹാനെ ആലുവയിൽ എത്തിച്ചു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ പ്രതികരിക്കാമെന്ന് ഷാജഹാൻ പറഞ്ഞു. KJ ഷൈനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. കിരൺ കുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. കിരൺ, ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം എന്നൊക്കെയാണ് KM ഷാജഹാൻ പറഞ്ഞത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കോടതിയിലൊക്കെ ഹാജരാക്കേണ്ടതുണ്ട്, വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. മായ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് KM ഷാജഹാനെ ആലുവയിലേക്ക് എത്തിച്ചത്. നേരത്തെ KJ ഷൈനെതിരായിട്ടുള്ള അധിക്ഷേപ പോസ്റ്റുകളിൽ എടുത്ത കേസിലാണ് ഈ KM ഷാജഹാനെ ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തന്നെ ഷാജഹാൻ ദേഹാസ്വാസ്ഥ്യം കാണിക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് സംഘത്തിന്റെ യാത്ര ഇന്നലെ തന്നെ തുടർന്നത്. ഷാജഹാനെ ആലുവയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം താൻ പ്രതികരിക്കാം എന്നുള്ളൊരു കാര്യമാണ് KM ഷാജഹാൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ KJ ഷൈനെ എതിരായിട്ടുള്ള അധിക്ഷേപവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള കേസിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ആലുവയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലടക്കം ഹാജരായത് പോലീസ് സംരക്ഷണത്തിലായിരുന്നു KM ഷാജഹാൻ. ഈ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. ഷാജഹാനെതിരായിട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നേരത്തെ ഈ അധിക്ഷേപപരമായിട്ടുള്ള പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പോലീസ് മെറ്റയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മെറ്റ അതിനോട് സഹായിച്ചിരുന്നില്ല. അതോടുകൂടി തന്നെ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ഈ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ നീക്കമുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് മറ്റു ചില വിവരങ്ങൾ കൂടി KM ഷാജഹാനെതിരായിട്ട് ലഭിക്കുന്നത്. ഈ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഇയാളെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കും, ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, ശരി, KM ഷാജഹാൻ വരും മണിക്കൂർ കൂടുതൽ പ്രതികരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഷാജഹാൻ പ്രതികരിക്കുന്നത്. എന്തായാലും മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരിക്കുകയാണ്. കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഭൂട്ടാൻ വഴിയുള്ള കാർ കള്ളക്കടത്ത് കേസാണ്. ഇതിൻ്റെ കസ്റ്റംസിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ്. കൊച്ചി കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ 1992 മോഡൽ ലാൻഡ് ക്രൂയിസർ കാറിൻ്റെ ഉടമയോട് ഇന്ന് രേഖകളും ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം നടൻ അമിത് ചക്കാലക്കലിൻ്റെ ഇന്നലെ തന്നെ അമിത് ചക്കാലക്കൽ തൻ്റെ കൈവശമുള്ള വാഹനത്തിൻ്റെ രേഖകളും ഹാജരാക്കിയിരുന്നു. കിരൺ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന കസ്റ്റംസ് തുടരുക തന്നെയല്ലേ ചെയ്യുക? ഒപ്പം ED കൂടി കേസിൽ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ? മായ, ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു ഫസ്റ്റ് ഓണർ കാർ പിടികൂടിയിരുന്നത്. അത് മരട് കുണ്ടന്നൂരിലുള്ള ഒരു ഗ്യാരേജിൽ കിടന്നിരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഉടമ എന്നുള്ളത് ആസാം സ്വദേശിയാണ്. ഇയാളോട് രേഖകളടക്കം ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കസ്റ്റംസ് നൽകിയിട്ടുള്ളത്. അതായത് ഇതിന്റെ ഉടമസ്ഥാവകാശം, ഒപ്പം തന്നെ ഇത് എത്ര വർഷമായി ഇന്ത്യയിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. 1992 മോഡൽ ലാൻഡ് ക്രൂയിസറാണ്.
ഇതിന്റെ ആദ്യ ഉടമ എന്നുള്ളതും ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ, ഈ ആസാം സ്വദേശിയുടെ പേരിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ കൂടുതലായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടെത്തിയ വാഹനങ്ങളിലൊക്കെ ചിലത് മറ്റ് ഉടമകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള, അതായത് ഇപ്പോൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് മുമ്പ് മറ്റു ചിലർ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു വാഹനം ഇങ്ങനെ ഫസ്റ്റ് ഓണർ എന്നുള്ള നിലയിൽ തന്നെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഈ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഇയാൾ രേഖകൾ ഹാജരാക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കാണേണ്ടത്. ഇത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഇയാളെ അടക്കം സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിലേക്ക് കസ്റ്റംസ് കടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അമിത് ചക്കാലക്കലിന് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റംസ് സമൻസ് നൽകുകയും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ കസ്റ്റംസിന് വീണ്ടും ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അമിത് ചക്കാലക്കലിനോട് ഈ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കൂടുതൽ രേഖകളും ഇയാൾ കൈവശം വെച്ചത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതുമായിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിലെത്തുകയും ഈ രേഖകളൊക്കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അമിത് വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വാഹനം തന്റെ കൈവശമുണ്ട്, അത് താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇത്രയും പഴയ ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിന്റെ ചില രേഖകൾ തന്റെ കയ്യിലില്ല. കഴിഞ്ഞ 6 മാസം മുമ്പ് കസ്റ്റംസ് പരിശോധന നടത്തുകയും രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ കൂടുതൽ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ലഭിക്കേണ്ടതായിട്ടുള്ള ചില കാലതാമസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ മറ്റു രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അമിത് ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി മറ്റ് ചില ആളുകൾ കൂടിയുണ്ട്. നടന്മാരായിട്ടുള്ള പൃഥ്വിരാജും ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങളും ഇവരെയും കൂടി നിരീക്ഷണത്തിലാണ്. ദുൽഖറിന്റെ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ദുൽഖറിനും ഈ സമൻസ് നൽകി ദുൽഖറിനെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഓപ്പറേഷൻ മുൻകൂറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് 38 വാഹനങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ ഉടമസ്ഥരോട് വരും ദിവസങ്ങളിൽ ഹാജരായി രേഖകൾ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് വാഹനങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഏകദേശം 150ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന് ലഭിക്കുന്ന വിവരം. ഈ വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഭൂട്ടാൻ വഴിയുള്ള കാർ കള്ളക്കടത്തിൽ കസ്റ്റംസ് പരിശോധന തുടരുകയാണ്. ചിലരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കിരണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്നു മുതൽ നിസ്സഹകരണ സമരത്തിലേക്കാണ്. പുതിയ അധ്യാപക നിയമനം, ശമ്പള പരിഷ്കരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGM-CT സമരം. ഔദ്യോഗിക ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനൊപ്പം തിങ്കളാഴ്ച വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും. ഒക്ടോബർ 3 മെഡിക്കൽ കോളേജിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവും, ഒക്ടോബർ 10 മെഡിക്കൽ കോളേജുകളിലേക്ക് ധർണയും സംഘടിപ്പിക്കും. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്കാണ്. ഇത് എത്രത്തോളം രോഗികളെ ബാധിക്കും? എങ്ങനെയാണ് വിവരം? മായ, ഈ KGM-CT നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ഈ ശമ്പളത്തിലെ അപാകതകളും ഒപ്പം ഈ അധ്യാപകരുടെ ഒരു പ്രതിസന്ധിയും തസ്തിക സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന് സൂചന നൽകിയിരുന്നു. ഇന്നു മുതൽ ഈ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്ക് കടക്കുകയാണ്. ഇന്നു മുതൽ ഇത്തരത്തിൽ തിങ്കളാഴ്ച ഈ കുട്ടികളുടെ തിയറി ക്ലാസ്സുകൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ അധ്യാപകർ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരു നിസ്സഹകരണ സമരത്തിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ 3 മെഴുകുതിരി കത്തിച്ചും ഒക്ടോബർ 10 ഈ ധർണ നടത്തിയും ഈ ഡോക്ടർമാർ പ്രതിഷേധിക്കും എന്നുള്ളതാണ്. ഈ അധ്യാപകരെ ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകരില്ല. ഇത് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും അധ്യാപകരെ സ്ഥലം മാറ്റിക്കൊണ്ടൊരു താൽക്കാലിക ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് നേരത്തെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു ഈ KGM-CT. ഇതിനെ തുടർന്നാണ് സ്ഥിരമായി ഈ അധ്യാപകരുടെ അപാകതകളും ശമ്പളത്തിലെ അപാകതകളും ഒക്കെ തന്നെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ കരിദിനമൊക്കെ ഈ KGM-CT നേതൃത്വത്തിൽ കരിദിനമൊക്കെ തന്നെ ആചരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇതിന് പരിഹാരമായില്ലെങ്കിൽ ഇത്തരത്തിൽ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് KGM-CT മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഏതായാലും ഇന്നു മുതൽ ഇവർ ഒരു നിസ്സഹകരണ സമരത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. അതിനോടൊപ്പം തന്നെ ധർണയും ഒപ്പം മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കും. അതിൽ നിന്നും ഒന്നും തന്നെ പരിഹാരമായില്ലെങ്കിൽ അധ്യയനം ബഹിഷ്കരിക്കാനും ഒപ്പം തന്നെ ഈ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും
എന്നാണ് KGM-CTA നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും ഡോക്ടർമാർ ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ രോഗികളുടെ കാര്യത്തിൽ തീർച്ചയായും പ്രതിസന്ധി നേരിടുന്ന രോഗികളായിരിക്കും. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും രോഗികൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു തങ്ങളുടെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ സർക്കാരിനോട് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ നടപടിയായില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്നിട്ടും സർക്കാർ ഇത് തങ്ങളുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്നാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് OP ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് KGM-CTA മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും ഡോക്ടർമാർ തങ്ങളുടെ ഈ ഒരു പ്രതിഷേധം തുടരുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. രോഗികൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നു മുതൽ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്ക് കടക്കുകയാണ്. ശരി, ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരം അതിലേക്ക് കടന്നിരിക്കുകയാണ്. അവർ കുട്ടികളുടെ തിയറി ക്ലാസ്സുകളൊക്കെ ബഹിഷ്കരിച്ചാണ് ആദ്യഘട്ടത്തിൽ നിസ്സഹകരണ സമരം. ഇതിലൊന്നും കൊണ്ട് പരിഹാരമായില്ലെങ്കിൽ OP ബഹിഷ്കരണത്തിലേക്ക് കടക്കുക എന്നുള്ള അടുത്ത പടിയായിരിക്കും ഡോക്ടർമാരുടെ മുന്നിലുള്ളത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ യോഗം വിലയിരുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ NSSനെ ചേർത്തു നിർത്താനുള്ള നടപടികളും ഒക്കെ ചർച്ചയ്ക്ക് വരും. അൺഫിൽറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അൺഫിൽറ്റ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിവാദങ്ങളുമുണ്ട്. ഒപ്പം NSSും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് NSSനെ ചേർത്ത് നിർത്താനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേരുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാന അജണ്ട? മായ, തീർച്ചയായും ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത് തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം വിവാദമായിരുന്നു. സംഗമം പൂർത്തിയായതിനു ശേഷവും ആളൊഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി അത് പരാജയമാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുകയും പരിഹാസം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ പെട്ടെന്നാണ് NSS പ്രത്യക്ഷമായി നിലപാട് പരസ്യമാക്കുകയും NSS ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുക മാത്രമല്ല UDFും BJPയും ഇക്കാലം അത്രയും വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലും ആചാര സംരക്ഷണത്തിന്റെ പേരിലും ഒന്നും ചെയ്തില്ല എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത് വലിയൊരു ആശ്വാസവും ഒരു ആത്മവിശ്വാസവുമാണ് CPMന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ NSS ജനറൽ സെക്രട്ടറി നൽകുന്ന ഈ ഒരു പിന്തുണയുടെ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്കുന്ന ഈ വേളയിലാണ് NSSന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ സർക്കാരിന് ഒരു വലിയൊരു പിന്തുണ ലഭിക്കുന്നത്. നമുക്കറിയാം, യുവതീ പ്രവേശന സമയത്ത് തുടങ്ങിയ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള കടുത്ത പ്രതിഷേധവും വിമർശനം, അതിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ചേർത്ത് നിർത്തിയ CPMനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടക്കും ഈ ഒരു പ്രഖ്യാപനം സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസം തരുന്നു CPMന്. അതുകൊണ്ട് തന്നെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ SNDP NSS പോലുള്ള സാമുദായിക സംഘടനകൾ ഒപ്പം നിൽക്കുമ്പോൾ അവരെ കൂടുതൽ പരിഗണന നൽകി അതിനെ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള വേളകളിൽ വളരെ കരുതലോടും വളരെ ജാഗ്രതയോടും കൂടി സമുദായ സംഘടനകളുടെ ഇടപെടൽ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഉറപ്പായും ചർച്ച ചെയ്യും. മാത്രമല്ല, മറുഭാഗത്ത് ഈ NSSന്റെ ഈ പ്രത്യക്ഷത്തിൽ എടുക്കുന്ന ഈ ഒരു നിലപാട്, പരസ്യ നിലപാട് എങ്ങനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നൊരു വിഷയവും കൂടി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ മറുഭാഗത്ത് UDFനും അതോടൊപ്പം തന്നെ BJP ക്യാമ്പിനും ഉണ്ടായിരിക്കുന്ന ഈ ആശങ്കയും അങ്കലാപ്പും അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ തന്നെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. പ്രധാനമായും ഇന്ന് NSS എടുത്തിരിക്കുന്ന നിലപാടും SNDPയുടെ നിലപാടും തന്നെയാകും ഒരു മുഖ്യ അജണ്ടയായി ഇനി അങ്ങോട്ട് അതിൽ ഊന്നിയുള്ള ഒരു പ്രചാരണം, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാകും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അജണ്ട എങ്ങനെയാകും സെറ്റ് ചെയ്യുക, ഈ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത മാസം ആദ്യമോ അടുത്ത രണ്ടാം വാരത്തിലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയും പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തുന്നുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. ഒപ്പം തന്നെയും ന്യൂനപക്ഷങ്ങളെ, ഈ ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്തുന്നു എന്നൊരു ആക്ഷേപം അത് മറികടക്കാനാണ് ഈ ഇടതുമുന്നണി CPM ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ ചില സദസ്സുകൾ നടത്തുന്നു. അതൊരു സംഗമം എന്ന രീതിയിൽ അപ്പുറത്തേക്ക് സെമിനാറുകളും സദസ്സുകളും നടത്തി. അതായത് ഈ 30-ാം തീയതി തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നു. 2-ാം തീയതി
കോഴിക്കോട് സംഘം ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന സെമിനാറുകൾ ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ എല്ലാ സമുദായങ്ങളിലും സർക്കാരിന്റെ ഒരു ഇടപെടലും കരുതലും ഉണ്ട് എന്നൊരു ബോധ്യം ജനങ്ങളിൽ എത്തിക്കുന്നു. അതിന് ഭൂരിപക്ഷത്തിനോടൊപ്പം തന്നെയും എല്ലാ വിഭാഗക്കാരെയും സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നൊരു സന്ദേശം നൽകുന്നുള്ള പരിപാടികൾക്കും പ്രചാരണങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകി ഇനി ആ രീതിയിലാകും മുന്നോട്ട് പോവുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറ പാകാനുള്ള ചർച്ചകളും തയ്യാറെടുപ്പുകളും ഇന്ന് CPM സംസ്ഥാന ഉണ്ടാകും. ശരി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തായാലും ഇന്ന് യോഗം ചേരുകയാണ്. അൻഫിൽ ഡിസൂസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാർ. ഇന്ന് വൈകിട്ട് അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ, KN ബാലഗോപാൽ എന്നിവർ ചേർന്ന് അമ്മയ്ക്ക് ആദരവ് നൽകും. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പൂർത്തിയായി. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തിയും എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷം മറ്റേത് വിഷത്തേക്കാളും മാറമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ പെടുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് അതിനൊരു അപമാനമാണ്. അതുകൊണ്ട് ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. പ്രേമമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും പൂർണ്ണതയും. വ്യക്തിജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രഭരണത്തിൽ കൂടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ യുദ്ധങ്ങളിലുണ്ടായ മുറിവുകളുണ്ടാക്കാൻ സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മൾ കഴിഞ്ഞാല മുറിവുകളും തകർന്ന മാനുഷ്യബന്ധങ്ങളെ സ്നേഹനൂലാ തുന്നിച്ചേർത്ത് അറിവിലുപരി അവർ ഏകത്വത്തെപ്പറ്റി ബോധം ഉണ്ടാകണം. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത്. 2000 ഓഗസ്റ്റ് 29 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ നടന്ന വിശ്വശാന്തി സമ്മേളനത്തിലായിരുന്നു അമ്മ മലയാളത്തിൽ പ്രസംഗിച്ചത്. ഇപ്പോൾ 25 വർഷം പൂർത്തിയായ വേളയിൽ രജത ജൂബിലി ആഘോഷങ്ങളിൽ സംസ്ഥാന സർക്കാരും അമ്മയെ ആദരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ ചേർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ആദരിക്കും. പ്രസംഗത്തിന്റെ വീഡിയോ പ്രദർശനവും ചടങ്ങിലുണ്ടാകും. 72ാം ജന്മദിനാഘോഷവേളയിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യം വെച്ച് ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിലൂന്നി കുട്ടികൾക്കായി മത്സരങ്ങളും പ്രദർശനവും മാതാ അമൃതാനന്ദമയി മഠം സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃതവർഷം 72 എന്ന് പേരിട്ടിരിക്കുന്ന അമ്മയുടെ ജന്മദിനാഘോഷ പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പൂർത്തിയായി വരുന്നത്. ശനിയാഴ്ചയാണ് അമ്മയുടെ 72ാം ജന്മദിനം. ശനിയാഴ്ച രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം, പ്രസാദ വിതരണം എന്നിവയും നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി മഠം നൽകി വരുന്ന അമൃതകീർത്തി പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. കൂടാതെ നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം ഇതിനോടനുബന്ധിച്ച് നടക്കും. വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. കാരുണ്യത്തിൻ്റെ കടലായ അമ്മയുടെ ജന്മദിനം ഒരുപാട് പേർക്ക് സന്തോഷം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പിറന്നാളിനോടനുബന്ധിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ ശാക്തീകരണ മേഖലയിലുമെല്ലാം പുതിയതായി ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. പിറന്നാൾ ദിനത്തിൽ നിരവധി ജീവകാരുണ്യ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ കണ്ണീരൊപ്പാൻ മഠത്തിനും അമ്മയ്ക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ജന്മദിന ദിവസം ഏറ്റവും സന്തോഷകരമായ കാര്യം. പാവപ്പെട്ടവരെ സേവിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കുക, അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതികൾക്ക് രൂപം നൽകുക. അതിലൂടെ നമ്മുടെ ലോകത്തെമ്പാടും നമ്മുടെ രാജ്യത്തും നിരവധി ആൾക്കാർക്ക് സഹായകമാകാൻ കഴിയുന്ന പദ്ധതിയിലൂടെയാണ് അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനവും മഠത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
പാവപ്പെട്ടവർക്ക് ഇതിനോടകം തന്നെ 1,00,000-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയുന്നു. കോവിഡ് ഘട്ടത്തിലും അതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുനാമി ഘട്ടത്തിലും എല്ലാം ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേർന്നു എന്നുള്ളത് ഇതോടകം തന്നെ ദർശിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയെന്നാൽ സ്നേഹമാണെന്നും സാന്ത്വനമാണ്, കരുണീയമാണ് എന്നൊക്കെയുള്ള ലോകം മുഴുവനുള്ള ചിന്തകൾ കിടങ്ങെടുക്കുവാൻ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കും മഠത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി കാണുന്നു. എല്ലാവിധമായ ആശംസകളും ഈ ഘട്ടത്തിൽ നേരാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മയെന്നാൽ സ്നേഹവും കാരുണ്യവും സാന്ത്വനവുമാണെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ അശാന്തിയും കാലുഷ്യവും പ്രതിസന്ധിയും നിറഞ്ഞു നിൽക്കുമ്പോൾ ആശ്വാസമായി അഭയമായി ഓടിയെത്താവുന്ന ഇടമായി അമ്മ മാറിയെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അമ്മ എന്ന ആശ്വാസ കിരണം എന്നും നിലനിൽക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. അമൃതാനന്ദമയി അമ്മയുടെ 72ാമത് ജന്മദിനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ്. ലോകം മുഴുവൻ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ആശ്വാസമാണ് അമ്മ. ആ രണ്ട് വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് ലോകം മുഴുവൻ അശാന്തിയും മാത്സര്യവും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുമ്പോൾ അഭയമായി എത്താൻ കഴിയുന്നത് അമ്മയുടെ സന്നിധിയിലാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും എത്തിച്ചേരുന്ന ആ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് ലക്ഷങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഈ ജന്മദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും സ്വാന്തനത്തിൻ്റെ അതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് നൽകുന്ന ശുശ്രൂഷയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണമായി അമൃതാനന്ദമയി അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശ്വാസകിരണങ്ങൾ എന്ന് നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. അമ്മയ്ക്ക് സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. ദീർഘകാലം ഭാരതത്തെയും ലോകത്തെയും അനുയായികളെയും ആശ്രയിക്കുന്നവരെയും സഹായിക്കാൻ അമ്മയ്ക്ക് കഴിയട്ടെ, ആശീർവദിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രണാമം. സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത മേഖലകളിലും അമ്മയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെയും സേവനം വളരെ വലുതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലോകത്തിന് മുഴുവൻ സേവനം ചെയ്യുന്ന അമ്മയ്ക്ക് തൻ്റെയും സഹപ്രവർത്തകരുടെയും പിറന്നാൾ ആശംസകൾ നേരുന്നതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. On the 27th of September, we are all celebrating Sri Mata Amritanandamayi Devi Ji's 72nd birthday at Amritapuri. When it comes to healthcare, education, women's empowerment, Amritanandamayi Madam and Amma has done tremendous work for people in our country, in our state and all over the world. People around the world recognize the huge impact that the Madam has made and Ammaji's outlook has made to their lives and to their families. As we celebrate her 72nd birthday, let us also remember 25 കൊല്ലം മുമ്പേ അമ്മ യുണൈറ്റഡ് നേഷനിൽ മലയാളത്തിൽ സംസാരിച്ചു, മലയാളത്തിൽ പ്രസംഗിച്ചു. This is the 25th anniversary of the day that our beloved Ammaji spoke in the United Nations in Malayalam to the audience in the United Nations. അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും പിറന്നാൾ ആശംസകൾ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ദുഃഖം അനുഭവിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ആശ്വാസത്തിന്റെ അമൃത് പകരുന്ന ചൈതന്യമാണ് അമ്മയെന്ന് ഗായകൻ മധു ബാലകൃഷ്ണൻ. നിരവധി തവണ അമ്മയുടെ ദർശനത്തിനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടെന്ന് പിറന്നാൾ ആശംസയായി ഗാനാർച്ചന നടത്തി മധു ബാലകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ദുഃഖമനുഭവിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ആശ്വാസത്തിൻ്റെ അമൃത് പകർന്നു നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മ, അമൃതാനന്ദമയി അമ്മ. അമ്മയുടെ പിറന്നാളാണ്, അമ്മയുടെ 72ാം പിറന്നാളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എനിക്ക് അനേകം തവണ അമ്മയെ ദർശനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വള്ളിക്കാവിലും അതുകൂടാതെ എറണാകുളത്ത് അമൃതോത്സവം നടക്കുന്ന സമയത്തെല്ലാം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും
അമ്മയുടെ അനേകം ഭക്തിഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് അമ്മേ അമൃതാനന്ദമയി അമ്മേ സുകൃതാഹ്ലാദമയി അമ്മേ അമൃതാനന്ദമയി അമ്മേ സുകൃതാഹ്ലാദമയി സാധുജനപ്രിയ നീയല്ലോ നിത്യ സങ്കടഹാരിണി നീയല്ലോ അമ്മേ അമൃതാനന്ദമയി അമ്മേ സുകൃതാഹ്ലാദമയി. അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് എനിക്ക് പ്രേമചന്ദ്രൻ MP. അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിനു തന്നെ മാതൃകയാണ്. കാരുണ്യത്തിൻ്റെ സ്നേഹസ്പർശവും കരുതലുമാണ് അമ്മ. അമ്മയുടെ സന്ദേശങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുണ്ടെന്നും അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് പ്രേമചന്ദ്രൻ MP പറഞ്ഞു. 72ാമത് ജന്മദിനം ആഘോഷിക്കുന്ന അഭിവന്ദിയായ മാതാ അമൃതാനന്ദമയി അമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. സേവന പ്രവർത്തനത്തിലൂടെയും സന്നദ്ധ പ്രവർത്തനത്തിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആഗോള മാതൃകയായി മാറിയ ലോക മാതൃകയായി മാറിയ അമൃതാനന്ദമയി അമ്മയ്ക്ക് കൂടുതൽ ആയുർദൈർഘ്യവും ആരോഗ്യവും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ സൗഹൃദവും സാഹോദര്യവും സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ സന്ദേശം ലോക സമൂഹത്തിന് നൽകിക്കൊണ്ട് 10,000-കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ആദരവാർജിക്കാൻ കഴിഞ്ഞ അമ്മ 72 വർഷം പൂർത്തീകരിക്കുമ്പോൾ 72ാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ കൂടുതൽ കരുത്തോടെ നാടിനും സമൂഹത്തിനും ലോകത്തിനും നന്മ പ്രദാനം ചെയ്യാൻ, മൂല്യവത്തായ സ്നേഹത്തിലൂടെ ലോക സമൂഹത്തിൻ്റെ ഐക്യവും പുരോഗതിയും വളർച്ചയും സാധ്യമാക്കാൻ അമ്മയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചോദിതമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് 72ാമത് ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്ന അമ്മയ്ക്ക് എല്ലാവിധമായ ജന്മദിനാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരു ലോകം ഒരേ ഹൃദയം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനമേള ആരംഭിച്ചു. അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിലാണ് അമ്മയുടെ ആശയങ്ങളും ഒപ്പം ശാസ്ത്ര സാങ്കേതിക സാമൂഹിക രംഗത്തെ അമൃതയുടെ സംഭാവനകളും വിശദീകരിക്കുന്ന വിപുലമായ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നത് ഒരു തർക്ക വിഷയമായിരിക്കാം. എന്നാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ഉണ്ടെന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ആളുകളെ സേവിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അമ്മയുടെ ഈ വാക്കുകളിലൂടെയാണ് പ്രദർശന നഗരിയിലെ കാഴ്ചകൾ തുടങ്ങുന്നത്. ഒരു ലോകം ഒരേ ഹൃദയം എന്ന അമ്മയുടെ ആശയം എത്രത്തോളം അർത്ഥവത്താണെന്ന് കാട്ടിത്തരുന്നതാണ് തുടർന്നുള്ള ഓരോ കാഴ്ചകളും. സാമൂഹിക ഉന്നമനത്തിനായി അമ്മ മുന്നിട്ടിറങ്ങി നടപ്പിലാക്കിയ ഓരോ പദ്ധതികളും പ്രദർശനമേള വിശദമാക്കി തരുന്നു. അമൃത കുടീരം പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അമൃതയുടെ വോളണ്ടിയർമാർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന അമ്മയുടെ വിശാലമായ കാഴ്ചപ്പാടുകൾ, സ്ത്രീ ശാക്തീകരണവും ഒപ്പം സ്വയം തൊഴിലിലൂടെ മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന സംരംഭങ്ങൾ, സുനാമി പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര വേദികളിൽ അമ്മയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ആരോഗ്യരംഗത്തും ദുരന്ത മുന്നറിയിപ്പിനുമായി പ്രയോജനപ്പെടുത്തി സാമൂഹിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ, അങ്ങനെ പ്രദർശന നഗരിയിലെ കാഴ്ചകൾ നിരവധിയാണ്. കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ നമുക്കതിനെ പ്രൊജക്റ്റ് ചെയ്യാം, അതാണ് ഫുള്ളി എക്സിബിഷനിലോട്ട് വരുന്നത്. അത് അമ്മയുടെ പല പല സേവന പ്രവർത്തനങ്ങളിൽ നിന്നുടെയും ആ ഒരു സേവന പ്രവർത്തനങ്ങളിൽ തന്നെ അതിനകത്ത് എങ്ങനെ എഡ്യൂക്കേഷനിലൂടെയുള്ള ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളതുമാണ് ഫുള്ളി എക്സിബിഷൻ. പരിസ്ഥിതി സൗഹൃദം, പ്രകൃതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും, സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മഠം എങ്ങനെ മാതൃകാപരമായി നടപ്പിലാക്കിയെന്നതും
പ്രദർശന നഗരിയിലെ ഓരോ സ്റ്റാളുകളിലൂടെയും വിശദമാക്കുന്നു. മേളയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി MLA CR മഹേഷ് നിർവഹിച്ചു. ചടങ്ങിൽ പ്രശാന്ത് നായർ IAS സുസ്ഥിര വികസന സന്ദേശം നൽകി. സ്വാമി തപസ്യാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, അമൃത സർവകലാശാല അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ് ചൈതന്യ, അമൃത സർവകലാശാല പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അമൃത സർവകലാശാലയോടൊപ്പം പ്രവർത്തിച്ച വിദ്യാർത്ഥികളെയും സർക്കാർ വിഭാഗങ്ങളിലെ ജീവനക്കാരെയും പരിസ്ഥിതി സ്നേഹികളെയും സന്നദ്ധ സേവകരടക്കമുള്ളവരെയും അമ്മയുടെ ജന്മദിനാഘോഷ നഗരിയിൽ സുസ്ഥിര കരകൗശലാലങ്കാരങ്ങൾ ഒരുക്കിയ മുഖ്യ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാൾ ആഘോഷവേളയിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്മ നേതൃത്വം നൽകുന്ന ആതുര സേവന രംഗമാണ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എന്ന ആശയത്തിന്റെ തുടർച്ചയാണ് ഫരീദാബാദിലെ അമൃത ആശുപത്രി. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ ആശ്രയമാണ് അമൃത ആശുപത്രി. കാരുണ്യത്തിൻ്റെ കർമ്മക്ഷേത്രമാണ് എന്നും ആശ്രമത്തിന് കീഴിലെ സ്ഥാപനങ്ങൾ. അതിലേറ്റവും പ്രധാനം അമൃത ആശുപത്രികൾ തന്നെ. ആതുര സേവന രംഗത്ത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്പർശമുണ്ടാകണമെന്ന അമ്മയുടെ വാക്കുകളാണ് കൊച്ചിയിലും ഫരീദാബാദിലും യാഥാർത്ഥ്യമായത്. രാജ്യതലസ്ഥാനത്തിന് പുറമെ ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും ആശ്രയമാണ് ഫരീദാബാദിലെ അമൃത ആശുപത്രി. ഡൽഹിയിലെ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്കാണ് എത്തുന്നത്. 2022 ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫരീദാബാദിലെ അമൃത ആശുപത്രി നാടിന് സമർപ്പിച്ചത്. 60-ലേറെ വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു. അധ്യയന രംഗത്തും ഗവേഷണ രംഗത്തും മികച്ച പ്രവർത്തനമാണ് ഫരീദാബാദിലെ അമൃത ആശുപത്രിയുടേത്. Our hospital campus got inaugurated in divine presence of Amma and Honorable Prime Minister in August 2022, and we became one of the largest and the fastest growing university teaching campus within the country. We started with 60 plus clinical departments, very extensive undergraduate, postgraduate programs in academics, research, and simulation and public health work. In the next 1 year, we would like to really focus on something which is very advanced medical science, precise and personalized medicine program, both in clinical and diagnostic. In academics, we would like to focus on the postgraduate program. We were fortunate to get DNB in 22 clinical department and start some phenomenal fellowship program both from the institution and from the university. മാറുന്ന ലോകത്തെ പുതിയ അസുഖങ്ങളിൽ നിരവധിയായ ശില്പശാലകൾ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്നു. ലോകപ്രശസ്തരായ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ആതുര സേവന രംഗത്തെ അമ്മയുടെ പ്രയത്നത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. അത്യാധുനിക ചികിത്സാ സംവിധാനത്തിനൊപ്പം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള നിരവധി സഹായങ്ങളും പദ്ധതികളും അമൃത ആശുപത്രി ഉറപ്പു നൽകുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണയും അമ്മയുടെ പ്രസാദമായ ലഡ്ഡു നിർമ്മാണം ഏറ്റെടുത്ത് അമ്മയുടെ മക്കൾ. കാരുണ്യ സ്പർശത്തോടൊപ്പം അമ്മ നൽകുന്ന പ്രസാദവും അമ്മയുടെ മക്കൾക്ക് അമൃതുപോലെയാണ്. ജന്മദിനാഘോഷവേളയിൽ അമ്മയുടെ ദർശനത്തിനെത്തുന്നവർക്ക് നൽകാനായാണ് ഈ രീതിയിൽ ലഡ്ഡു നിർമ്മിച്ചത്. ഏറെ നാളുകൾക്ക് മുന്നേ തുടങ്ങിയ അമ്മയുടെ ജന്മദിനാഘോഷ ഒരുക്കങ്ങൾ. അമ്മയുടെ മക്കൾക്ക് ഇത് ഒരു ഉത്സവമാണ്. സമൂഹത്തിന് കാരുണ്യം ചൊരിയുന്ന അമ്മയോട് നന്ദി പ്രകടിപ്പിക്കുകയാണവർ. പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ അമ്മയുടെ സ്നേഹസ്പർശനത്തിനായി എത്തുന്ന അമ്മയുടെ മക്കൾ ഒരു തലോടലിലൂടെ പുതുജന്മമെടുക്കുന്നു. ദർശനത്തിനെത്തുന്ന മക്കൾക്ക് ജന്മദിനാഘോഷവേളയിൽ അമ്മ നേരിട്ടു നൽകുന്ന പ്രസാദം അവർക്ക് ജന്മസാഫല്യത്തിനുള്ള മധുരമാണ്. ഇത്തവണയും അമൃത വിശ്വവിദ്യാപീഠത്തിലെ കുട്ടികൾ അമ്മയുടെ പ്രസാദമായ ലഡ്ഡു നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങി. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇതൊരു ജന്മനിയോഗം പോലെ ഏറ്റെടുത്ത് ഇതിനായി മേൽനോട്ടം വഹിച്ചു വരുന്നത് അമൃത യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് അഫയേഴ്സ് ചെയർപേഴ്സൺ കൂടിയായ പ്രൊഫസർ ARG മേനോനാണ്. ഈ പ്രസാദമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ലഡ്ഡു ഓരോന്നും അമ്മയുടെ കയ്യിൽ കൂടി ഭക്തരുടെ കൈകളിലേക്ക് എത്തുകയാണ്. ആ പ്രസാദത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് അമ്മയുടെ സ്നേഹം, അമ്മയുടെ മനസ്സിൻ്റെ ആ എല്ലാ സൗമ്യഭാവങ്ങളും ആവാഹിക്കുന്ന ഒരു പ്രസാദമായിട്ടാണത് ഭക്തരിലേക്ക് എത്തുന്നത്. വളരെ ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും നിർമ്മിച്ചെടുക്കുന്ന പ്രസാദമായ ലഡ്ഡു സുരക്ഷിതമായി പാക്ക് ചെയ്ത് സൂക്ഷിക്കും. ജന്മദിനാഘോഷവേളയിൽ അമ്മയുടെ ദർശനത്തിനായി എത്തുന്ന മക്കൾക്ക് ഈ പ്രസാദം അമ്മ പകർന്നു നൽകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അമ്മയുടെ മക്കൾക്ക് അതൊരു ജന്മസാഫല്യം കൂടിയാണ്. അമൃത ന്യൂസ്, കൊല്ലം.
ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP ഇന്ന് പട്നയിലെത്തും. കോൺഗ്രസ് സ്ത്രീകളെ ആക്ഷേപിക്കുന്നുവെന്ന BJP ആരോപണത്തിന് മറുപടി നൽകാൻ സദാകത്ത് ആശ്രമത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മഹിളാ സംവാദത്തിൽ പ്രിയങ്ക പങ്കെടുക്കും. വൈകിട്ട് മോദിഹാരിയിൽ നടക്കുന്ന വിശാല സഭയാണ് രണ്ടാമത്തെ പരിപാടി. രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉൾപ്പെടെ സ്ത്രീകളെ അപമാനിച്ചു എന്നാണ് BJP കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. സ്ത്രീ വോട്ടർമാരെ കൂടെ നിർത്തുക എന്നത് ലക്ഷ്യമാക്കിയാണ് പ്രിയങ്കയെ തന്നെ കളത്തിലിറക്കിയുള്ള കോൺഗ്രസിന്റെ പ്രചാരണം. സംഘർഷമുണ്ടായ ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രം നിയോഗിച്ച 6 പേരടങ്ങുന്ന പ്രതിനിധി സംഘം ലഡാക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഭരണ സംവിധാനങ്ങളുമായും ഒക്കെ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 3 പേർ കാർഗിലിലും 3 പേർ ലഡാക്കിലുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലേയിലെ ഉന്നതാധികാര സമിതി ചെയർമാൻ തബ്സ്റ്റാൻ ചുവാങ് പറഞ്ഞു. അതേസമയം സോനം വാങ്ചുക്കിന്റെ FCRA ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ലഡാക്കിലെ സംഘർഷങ്ങളിൽ ആക്ടിവിസ്റ്റ് കൂടിയായ വാങ്ചുക്കിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള അനുമതി റദ്ദാക്കിയത്. മാറാത്തത് ഇനി മാറുമെന്ന സന്ദേശവുമായി BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗൃഹസമ്പർക്കത്തിന് ജില്ലയിൽ തുടക്കം. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനിൽ നമ്പ്യാർക്ക് ലഘുലേഖ നൽകി. സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു നേതൃത്വം നൽകി. ഇനി വിപണി വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപാണ് ചേരുന്നത്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വിപണിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. തുടർച്ചയായി 5ാമത്തെ ദിവസമാണ് വിപണിയിൽ നഷ്ടം ആവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഏതാണ്ട് 50% ഈ ഒരു തിരുത്തലിൽ വിപണിയിൽ നഷ്ടമായി. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമല്ലാത്തതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇടിവിന് പ്രധാനപ്പെട്ട കാരണം. US-ന്റെ പുതിയ താരിഫ് നയങ്ങളും ഒപ്പം തന്നെ വിസയുമായി ബന്ധപ്പെട്ടുള്ള കർശന നിയന്ത്രണങ്ങളും എല്ലാം IT മേഖലയെ കാര്യമായ തോതിൽ ബാധിക്കുന്നുണ്ട്. IT ഓഹരികളിൽ മാത്രം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഏതാണ്ട് 7% നഷ്ടമാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ആഭ്യന്തര തലത്തിൽ ആഭ്യന്തര ഘടകങ്ങളെല്ലാം വിപണിക്ക് അനുകൂലം തന്നെയാണ്. മികച്ച ആഭ്യന്തര വളർച്ചാ നിരക്ക്, ഒപ്പം തന്നെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ ഇനിയും വിപണിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന തുടർചലനങ്ങൾ, പ്രത്യേകിച്ചും വളർച്ചയിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളിലും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു പുരോഗതി, ഇതെല്ലാം വരും ദിവസങ്ങളിലും വിപണിക്ക് അനുകൂലമായിരിക്കെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരം എന്നുള്ളതാണ്. ശരി, വിപണി ഇന്നും നഷ്ടത്തിലായിരിക്കും തുടങ്ങുക എന്നാണ് ദിലീപ് പറയുന്നത്. ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ഔഷധിയുടെ നവീകരിച്ച ഫാക്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, രസൌഷധികളുടെ നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം തൃശൂർ കുട്ടനല്ലൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. തൃശൂർ കുട്ടനല്ലൂരിലെ ഔഷധിയിലായിരുന്നു ചടങ്ങുകൾ. ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു. ഔഷധി അഭിമാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണെന്ന് വീണ ജോർജ് പറഞ്ഞു. 2024-25 കാലഘട്ടത്തിൽ സ്ഥാപനം അതിൻ്റെ എക്കാലത്തെയും വലിയ വിറ്റുവരവായ 222 കോടി രൂപ രേഖപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഹൃദിക്കും പങ്കെടുത്തു. കാർപ്പൻ്റർ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി തയ്യാറാക്കിയ സമ്പാദ്യ പദ്ധതികൾ പരിചയപ്പെടുത്തി ആക്ഷൻ ടെസ്സ. കാർപ്പൻ്റർമാരുടെ മക്കൾക്കുള്ള 3 മാസത്തെ തൊഴിലധിഷ്ഠിത കോഴ്സ് ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ. വിശ്വകർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാർപ്പൻ്റർ ദിനാഘോഷ പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം. 200ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. അതൊന്ന് നിങ്ങൾ വന്നാൽ ലിസ്റ്റ് വിളിച്ച് വയ്ക്കും. കാരണം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലെസ്ലി എൻ്റെ കേരള ടീം, എൻ്റെ ടീം തന്നെ മൊത്തം തമിഴ്നാട് കൂടി വരും. പക്ഷെ തമിഴ്നാട്ടിൽ ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ കണക്ട് ആകും. നിങ്ങൾക്ക് ഉള്ള മെയിൻ ടൂളാണ്. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്, അല്ലേ? പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും ഒപ്പം മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് S. പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. നമ്മുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മാറ്റങ്ങൾക്ക് തയ്യാറാകുമ്പോഴാണ് വിജയങ്ങളൊക്കെ കൈവരുന്നത്. ഇത്തരത്തിലുള്ള ബാരിയേഴ്സ്, അതായത് തടസ്സങ്ങൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നതാണ് ഇന്ന് ശ്രീദത്ത് പിള്ള സംസാരിക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കിന്ന് ആദ്യത്തെ ബാരിയർ എന്താണെന്ന് നോക്കാം, അതെങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. 1995 ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം വെസ്റ്റ് ഇൻഡീസിൽ പോയി ഒരു പരമ്പര ജയിച്ചു. വെസ്റ്റ് ഇൻഡീസിൽ അവരെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്, അന്ന് ഒരു ഇമ്പോസിബിൾ എന്ന് കരുതിയിരുന്ന കാര്യമാണ്. അത് സാധിച്ചതിന് ശേഷം ഓസ്ട്രേലിയ പറഞ്ഞു വി വാണ്ട് ടു വിൻ ഇൻ ഇന്ത്യ. കാരണം ഇന്ത്യയിൽ ഒരു സീരീസ് ജയിക്കാൻ അവരെ സംബന്ധിച്ചോളം ഭയങ്കര ടഫായിട്ടുള്ള കാര്യമായിരുന്നു. 96 അവരൊന്ന് ശ്രമിച്ചു, പരാജയപ്പെട്ടു. 98 ശ്രമിച്ചു, പരാജയപ്പെട്ടു. 2001 ദേ ഓൾമോസ്റ്റ് ഡിഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ പരാജയപ്പെട്ടു. 2004 റിക്കി പോണ്ടിങ്ങിൻ്റെ ക്യാപ്റ്റൻസിയിൽ അവർ കൺവിൻസിംഗ് ആയിട്ട് ഇന്ത്യ അവിടെ ഒരു സീരീസിൽ തോൽപ്പിച്ചു. എന്തായിരുന്നു റീസൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ 2001 ഒരു ചെറിയൊരു മാറ്റമാണ്. അതായത് സ്റ്റീവോ ആയിരുന്നു 2001 ക്യാപ്റ്റൻ. അന്ന് സ്റ്റീവോ ഒരു റൂൾ വെച്ചു, ഒരു നിയമം വെച്ചു. ആ ടീം വിൽ ബി എ നോ കംപ്ലൈനിങ്, നോ ക്രിബിങ്, നോ വിഞ്ചിങ് സോൺ. അതായത് നമ്മൾ ആരും കംപ്ലൈൻറ്റ് പറയില്ല. അതിന് മുമ്പുള്ള ഓസ്ട്രേലിയൻ ടീംസൊക്കെ ഇന്ത്യയിലേക്കുള്ള ഒരു സീരീസ് അനൗൺസ് ചെയ്യാതെ തന്നെ അവർക്ക് വലിയ വിഷമമാണ്, അവർ എക്സ്ക്യൂസസ് തുടങ്ങും. ഫ്ലൈറ്റിൽ ആരും സന്തോഷത്തോടെ ഇരിക്കാറില്ലെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് പൊല്യൂഷൻ കൂടുതലാണ്, ഫിൽത്ത്, ബാഡ് അമ്പയറിങ്, ബാഡ് പിച്ചേഴ്സ്, ബാഡ് ഹോട്ടൽസ്, ഫെസിലിറ്റീസ് കുറവാണ്, പ്രാക്ടീസ് ഫെസിലിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ ചൂട് കൂടുതലാണ്, അല്ലെങ്കിൽ സ്പൈസി ഫുഡാണ്, ഞങ്ങളുടെ ടമ്മിക്ക് ചേരുകയില്ല, ഇങ്ങനെയുള്ള പല പല എക്സ്ക്യൂസുകളായിരുന്നു. സ്റ്റീവോ പറഞ്ഞു ആരും ഒരു എക്സ്ക്യൂസും പറയുകയില്ല. നമുക്ക് താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാറിൽ നമ്മളെല്ലാവരും മീറ്റ് ചെയ്യും, ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ വിൽ ഹാവ് ബിയർ. ഓസ്ട്രേലിയനെ സംബന്ധിച്ചോളം ബിയർ കുടിക്കുക ഒരു സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓവർ എ ബിയർ വിൽ ക്യാച്ച് അപ്പ്. ആർക്ക് എന്തൊക്കെ പറയാനുണ്ടോ ആ 1 മണിക്കൂറിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് തീർത്തോണം. അതിനുശേഷം നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ലെറ്റ് us ഫോക്കസ് ഓൺ വാട്ട് വി ക്യാൻ ഡു. കാരണം പിച്ചസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിലോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. സോ ലെറ്റ്സ് വറി അബൌട്ട് ദ കൺട്രോളബിൾസ്, ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദി അൺകൺട്രോളബിൾസ്. നമ്മുടെ കയ്യിലുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് വറി ചെയ്യാം, നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെപ്പറ്റി വറി ചെയ്യണ്ട. ഇത് കഴിഞ്ഞ ഉടനെ ഈ പ്ലെയേഴ്സ് എല്ലാം പെട്ടെന്ന് അവരുടെ ഫോക്കസ് മാറി, അവരുടെ ഫിറ്റ്നസ്, അവരുടെ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹൈഡ്രേഷൻ, അല്ല അവരുടെ പ്രാക്ടീസ്, അവരുടെ പ്രിപ്പറേഷൻ, അതിലേക്ക് കൂടുതൽ ഫോക്കസ് വന്നപ്പോൾ അവരുടെ പെർഫോമൻസും നാച്ചുറലി ബെറ്ററായി. ആദ്യത്തെ ബാരിയർ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ്? വി ബ്ലെയിം അതേഴ്സ് ഫോർ ആർ ഫെയിലിയേഴ്സ്. ശരിയല്ലേ? നമ്മൾ പലരെയും പല എക്സ്ക്യൂസുകൾ പറയും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. നമ്മൾ എൻ്റെ അച്ഛനും അമ്മ ഇത് തന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ പല പല എക്സ്ക്യൂസസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് പലരോടും നമുക്കൊരു സെൻസ് ഓഫ് റിസെൻമെൻറ്റ്, അല്ലെങ്കിൽ ഒരു നീരസം നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഇവരെന്തെങ്കിലും നമ്മളോട് വന്ന് മാപ്പ് പറയും എന്നാണ്. അതുണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ എത്ര നാൾ നമ്മൾ ആ ഒരു നീരസം നമ്മളെ മനസ്സിൽ വെക്കുന്നു, നമ്മുടെ മൈൻഡ് പൊല്യൂട്ടഡ് ആവുകയാണ്, നമ്മളുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്താണ് അഫക്റ്റഡ് ആവുന്നത്. ദെയർഫോർ our performance also will be affected. നെൽസൺ മണ്ടേല 27 വർഷമാണ് ജയിലിൽ കിടന്നത്. റോബൻ ഐലൻഡ് 27 വർഷം കഴിഞ്ഞ് ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻ്റായിട്ട് സ്വേറിംഗ് ഇൻ സെർമണിയിൽ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആ ജയിലിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒരുപാട് ജയിലേഴ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ക്ഷണിച്ചു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? വൈ ഡു യു കോൾ ദീസ് പീപ്പിൾ? ദേ വർ സോ ബാഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഫ് ദേ ആർ നോട്ട് ദെയർ ഐ വുഡ് സ്റ്റിൽ ബി ഇൻ ദി പ്രിസൺ. അതായത് അവർ ഈ സത്യപ്രതിജ്ഞയ്ക്കില്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോഴും ജയിലിലായിരിക്കും. ദാറ്റ്സ് വാട്ട് യു കോൾ ഫോർഗീവ്നെസ്. മറക്കാനും പൊറുക്കാനും ഉള്ള ഒരു ശേഷി. ഇപ്പം നമ്മൾ ഒരാളോട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നീരസം ഉണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും കാര്യമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മറക്കാം? ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് ഒരു സ്റ്റെപ്പ് ഞാനൊന്ന് സജസ്റ്റ് ചെയ്യാം, അത് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ കലിപ്പുള്ള, ഏറ്റവും കൂടുതൽ വിരോധമില്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുടെ പേര് മനസ്സിൽ വിചാരിക്കുക. ഇനി വരുന്ന 72 മണിക്കൂർ, ഈ ഡോക്ടർമാർ പറയുന്നതല്ലേ 72 മണിക്കൂർ അദ്ദേഹത്തെപ്പറ്റി, ആ ആളെപ്പറ്റി ഒരു നെഗറ്റീവും ചിന്തിക്കാതിരിക്കുക. പകരം ആ ആളുടെ പോസിറ്റീവ്സ് മാത്രം ഒന്ന് എടുത്തു നോക്കൂ. എന്തൊക്കെ പോസിറ്റീവ്സ് അദ്ദേഹത്തിനുണ്ടാവും. ഇനി ഒരു പോസിറ്റീവും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. മാത്രമല്ല എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ ആൾ വരുന്നതെന്ന് സ്വയം ഒന്ന് വിചാരിച്ച് നോക്കുക. മേ ബി അദ്ദേഹത്തിൻ്റെ ഈസ് ബാറ്റ്ലിങ് എ വെരി ഡിഫിക്കൽട്ട് ലൈഫ്. ഈസ് ഹാവിങ് ഹിസ് ഓൺ ബാറ്റിൽസ്. അതുകൊണ്ടാവാം അങ്ങനെ. നമ്മളുടെ സ്വയം ഒരു ലൈറ്റ് ആവുന്നത് തോന്നും, നമുക്ക് അദ്ദേഹത്തോടുള്ള വിരോധം കുറയുന്ന പോലെ തോന്നും. അങ്ങനെ ചെയ്യുമ്പം വി ആർ ആക്ച്വലി ഈസിങ് ourselves off that pressure. We are not blaming somebody for what is happening in our life.
ശരിയല്ല ഞാൻ പറയുന്നത്, ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തോടൊരു നീരസോ അല്ലെങ്കിൽ റിസെൻമെൻറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ് പ്രയോജനം? അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുടെ ബാഗേജ് ക്യാരി ചെയ്യുന്നത്? സോ ദാറ്റ് വിൽ മേക്ക് യു ഫീൽ ബെറ്റർ. അടുത്ത 72 മണിക്കൂർ ഇത് സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നിരിക്കുന്ന ആൾ, ഏറ്റവും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാൾ, ആ ആളുടെ പോസിറ്റീവ്സ് മാത്രം ചിന്തിച്ചു നോക്കൂ. ഐ എം ഷുവർ യു വിൽ ഫീൽ ബെറ്റർ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നീതി നിർവഹണ രംഗത്ത് വൻ നേട്ടവുമായി മലപ്പുറം ജില്ല. കേസുകൾ അതിവേഗം തീർപ്പാക്കാൻ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയ മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 3 മാസത്തിനുള്ളിൽ 1000-ലേറെ കേസുകളാണ് മലപ്പുറത്ത് ഒത്തുതീർപ്പാക്കിയത്. കോടതിയിലെത്തുന്ന കേസുകൾ പതിറ്റാണ്ടുകളായി നീണ്ടുപോകുന്നതിന് പരിഹാരമായാണ് സുപ്രീം കോടതി മീഡിയേഷൻ ഫോർ ദ നേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. മധ്യസ്ഥരുടെ സഹായത്തോടെ വാദിയെയും പ്രതിയെയും ഒന്നിച്ചിരുത്തി കെട്ടിക്കിടക്കുന്ന പരമാവധി കേസുകൾ ഒത്തുതീർക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ദേശീയ തലത്തിൽ 3 മാസത്തെ ക്യാമ്പയിനാണ് നടന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 1000-ലേറെ കേസുകളാണ് മലപ്പുറത്ത് ഒത്തുതീർപ്പാക്കിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയതും മലപ്പുറത്താണ്. 2ാം സ്ഥാനത്തുള്ള തൃശൂർ 600ഓളം കേസുകളാണ് തീർപ്പാക്കിയത്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് സനൽകുമാറിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറത്തിന് മികച്ച നേട്ടം കൈവരിക്കാനായത്. കൂട്ടായ പരിശ്രമമാണ് നേട്ടത്തിനു പിന്നിലെന്ന് ജഡ്ജി കെ സനൽകുമാർ പറഞ്ഞു. ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. മലപ്പുറം ജില്ലയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേസിന്റെ പെൻഡൻസിയും കോടതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കോടതികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായത് അപ്രാപ്യമായിരിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾ യോഗം വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ സ്നേഹത്തോടു കൂടിയാണ് പല കക്ഷികളിലൂടെ പിരിഞ്ഞു പോയത്. ഈ 1000 കേസ് തീരുക എന്ന് പറഞ്ഞാൽ 1000 സൗഹാർദ്ദങ്ങളിലൂടെ ഉണ്ടായെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ സംസ്ഥാനത്ത് 26,466 കേസുകളാണ് തിരഞ്ഞെടുത്തത്. 142 കേസുകൾ മാത്രം ഒത്തുതീർപ്പാക്കിയ കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും പിറകിൽ. മലപ്പുറത്തിന്റെ നേട്ടം കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അടിവാരത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ചു കയറി 2 തട്ടുകടകൾ തകർന്നു. ലോറി ഡ്രൈവറായ പെരിന്തൽമണ്ണ സ്വദേശി ജുറൈസിന് പരിക്കേറ്റു. 28ാം മൈലിലാണ് അപകടമുണ്ടായത്. മൈസൂരിൽ നിന്ന് കോട്ടയത്തേക്ക് അരി കയറ്റി ചുരമിറങ്ങി വരികയായിരുന്ന ലോറിയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. കടകൾ അടച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ കിരീട പോരാട്ടം. ടൂർണമെന്റിൽ 3ാം തവണയാണ് ഇരു ടീമുകളും മുഖാമുഖം വരുന്നത്. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ 11 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ മുന്നേറിയത്. നിർണായക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശ് 9 വിക്കറ്റിന് 124 അവസാനിച്ചു. പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4-ലും ഇന്ത്യ ആധികാരിക ജയം നേടിയിരുന്നു. സൂപ്പർ 4-ലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഗുഡ് മോർണിംഗ് കേരളം ഇതോടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.